ഗൈസേ നമ്മളെ ഇന്നത്തെ പരിപാടി ഒറ്റ മൈൻഡിൽ നമുക്കൊരു കുർത്ത സ്റ്റിച്ച് ചെയ്തെടുത്താലോ. ഒരു ലൈൻ കുർത്തയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നതും. ഇത് കണ്ടോ, ഇതാണ് മെറ്റീരിയൽ. അത്യാവശ്യം നല്ല മെറ്റീരിയൽ. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ലുക്കും. ഇതുണ്ടോ, ഭയങ്കര നല്ല മെറ്റീരിയൽ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിന് മെറ്റീരിയൽ. ഞാൻ അപ്പോൾ ലൈനിങ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സിമ്പിളായിട്ട് കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ക്യാഷ്വൽ യൂസിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുർത്തയാണ് കേട്ടോ. നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നതിന് മുമ്പേ ചെറുതായിട്ട് ഇത് കണ്ടു ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ ലെങ്ത്തൊക്കെ മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ ലെങ്ത്ത് ഞാൻ 35 ആണ് എടുത്തിട്ടുള്ളത്. 35 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ കാണുന്നത് ഞാൻ നെക്കാണ് എടുത്തിട്ടുള്ളത്. നെക്ക് ഞാനൊരു 6 വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഷോൾഡറാണ് കേട്ടോ അടുത്തത് മാർക്ക് ചെയ്യുന്നത്. എൻ്റെ ഷോൾഡർ 7 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ 7 അല്ല 14, അപ്പോൾ അതിൻ്റെ പകുതി 7 എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ നമുക്ക് നെക്സ്റ്റ് മാർക്ക് ചെയ്യുന്നത് ആം ഹോളാണ്. ആം ഹോളും കുറച്ച് ഞാൻ എല്ലാ മെഷർമെൻറ്റും കുറച്ച് ലൂസിലാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 1 ഇഞ്ചോളം ഞാൻ ലൂസ് കൊടുക്കുന്നുണ്ട്, ഒരു ലൂസ് ഫിറ്റിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആം ഹോൾ ഒരു 6.5 എടുത്തിട്ടുള്ളത്. ചെസ്റ്റും അതുപോലെ തന്നെ എനിക്ക് 32 ആണ്, ഞാൻ 33 എടുത്തിട്ടുള്ളത്. അതും കുറച്ച് ലൂസിൽ കിടന്നോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാ മെഷർമെൻറ്റ്സും അങ്ങനെ കുറച്ച് ലൂസിൽ കൊടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിപ്പിൻ്റെ അവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. ഹിപ്പും കുറച്ച് എൻ്റെ ഹിപ്പ് 36 ആണ് വരുന്നത്. അതും ഞാൻ കുറച്ച് ലൂസ് കൊടുത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ 36 വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് നമ്മൾ കണക്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ എല്ലാം ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട്, ആക്ച്വലി ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ടുള്ള ടൂൾസ് ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. നമ്മളവിടെ ഹിപ്പിൻ്റെ അവിടെയൊക്കെ മാർക്ക് ചെയ്തും ആം ഹോൾ ഒന്ന് കേർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒക്കെ നമ്മൾ ഭയങ്കര പെർഫെക്റ്റായിട്ട് വേണമെന്നില്ല കേട്ടോ. കാരണം നോർമൽ കുർത്തിയല്ലേ, ലൂസിലിടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ. അപ്പം ഞാനിതിൻ്റെ ഏറ്റവും എൻഡിൽ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. സീം അലവൻസ് കുറച്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ട്, അതായത് നമുക്ക് മടക്കിയടിക്കാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത്ത് കൂടെ വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ലൈൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, ഞാൻ ആ മെറ്റീരിയൽ എൻഡിൽ ഒരു 2 ഇഞ്ച് മേലോട്ട് കയറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. 2.5 വരെ. അപ്പം ഞാൻ കൈ വെച്ച ആ പോർഷനാണ് അവിടെ കുറച്ച് കയറ്റിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ. അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇട്ട് കഴിഞ്ഞ സമയത്ത് ആ സൈഡ് മാത്രം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സൈഡ് പോർഷൻ ഒന്ന് കയറിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2.5 ഇഞ്ച് വരെയൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ സീം അലവൻസൊക്കെ വിട്ടിട്ട് ഫുള്ളായിട്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫുൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം നെക്ക് ഞാൻ ഒരു വലിയ പീസ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നെക്കിനുള്ള പീസാണ് ഈ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഒരു 2.5 ഇഞ്ചോളം വിടുത്ത് വരുന്ന രീതിയിലാണ് കേട്ടോ ഞാനത് വരച്ചിട്ടുള്ളത്. അങ്ങനെ നെക്കിൻ്റെ ആ പോർഷൻ കൂടെ കട്ട് ചെയ്തു. അത് കണ്ടോ, ഇങ്ങനെയാണ് ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് 2 സൈഡും ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നെക്കിൽ വെച്ചിട്ട് നമ്മൾ നോർമൽ പ്രസ്സായിട്ട് കൊടുത്തിട്ടൊക്കെ അടിക്കില്ലേ, ആ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രണ്ടും ലെങ്ത്തൊക്കെ കറക്റ്റാക്കിയിട്ട് ആ ഒരു 2 പീസും അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് നെക്കിൽ ഫിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ വെച്ചത് കണ്ടോ, അതിങ്ങനെ പീസ് വെച്ചിട്ട് നല്ല പോർഷനിൽ അത് അടിച്ചെടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിടുന്ന രീതിയിൽ, അങ്ങനെ വരുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നെക്ക് ഫ്രണ്ട് പീസ് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലെ നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ജസ്റ്റ് അടിച്ചെടുക്കുക ചെയ്യുന്നത്. നോർമൽ ഈ ക്രോസ് പീസ് എന്നൊക്കെ പറയുമ്പോൾ മെഷീൻ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ ഈ ക്രോസ് പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മെറ്റീരിയൽ കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിലല്ലേ, അങ്ങനെ സ്ട്രെയിറ്റ് കട്ട് ചെയ്യാണ്ട് ആ ഒരു ക്രോസായിട്ട് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട്, ആ മെറ്റീരിയലിൻ്റെ ക്രോസായിട്ട് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് ചെയ്തതാണത്. അതിനാണ് ക്രോസ് പീസ് എന്ന് പറയാം. എന്നിട്ട് ഞാൻ സ്ലീവ് കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്കും. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് അടിക്കണേ. ഇനി ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് DM ചെയ്താൽ മതി, ഞാൻ ചെയ്തുതരാം. ഓക്കെ ടാ.